താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ആധുനിക കുടുംബങ്ങൾക്ക് സമ്മാനിച്ച ഏറ്റവും മനോഹരമായ പ്രബോധനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ചിന്തകളുമാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുടുംബജീവിതത്തെ അതിൻ്റെ അനുദിന കർമ്മങ്ങളിലും വെല്ലുവിളിയിലും സഹായകമാവുക, കുടുംബജീവിതത്തിൻ്റെ സന്തോഷം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാപ്പ ഈ പ്രബോധനം തയ്യാറാക്കിയിരിക്കുന്നത്. ഏവരെയും സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം, അവരെ സ്വാഗതം ചെയ്യാം. ആദ്യമായി ഡോക്ടർ ടോണി ജോസഫ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും കുടുംബങ്ങൾക്കായുള്ള സമർപ്പിത സമൂഹം ലോഫിൻ്റെ പ്രസിഡൻറ്റുമാണ് ഡോക്ടർ ടോണി. ഏറെ സ്നേഹത്തോടെ ഡോക്ടർ ടോണിയെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഫാദർ വർഗീസ് കുത്തൂരിനെയാണ്. വർഗീസ് അച്ഛൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജരും കുടുംബ പ്രേക്ഷിത രംഗത്ത് ഏറെ കാലമായി സ്നേഹപൂർവ്വം ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ മുൻ വൈസ് പ്രിൻസിപ്പളും സുപ്രസിദ്ധ വചന പ്രഘോഷകനുമായ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. കുടുംബങ്ങളിലെ വിശ്വാസ കൈമാറ്റം ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ പ്രാധാന്യത്തോടെ ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ രേഖയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കുടുംബങ്ങളിലെ വിശ്വാസ കൈമാറ്റം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തിയാണ് ഇന്ന് നമ്മുടെ ബലം. ആ ഒരു വിശ്വാസമാണ് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ നിരന്തരം അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബങ്ങളിലെ വിശ്വാസ കൈമാറ്റത്തെ ഇന്നത്തെ തലമുറ, നമ്മൾ മാതാപിതാക്കളായ നമ്മൾ ഏറെ ശ്രദ്ധയോടെ കാണണമെന്ന് തോന്നുന്നു. അതിനുതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഈ എപ്പിസോഡിൽ നാം ഇവിടെ ഒരുക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികളെ വളർത്തുന്നതിന് ക്രമാനുഗതമായ ഒരു വിശ്വാസ കൈമാറ്റ പ്രക്രിയ ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പാപ്പ ഈ ഹെഡിങ് ആരംഭിക്കുന്നത്. ഈ ക്രമാനുഗതമായ വിശ്വാസ കൈമാറ്റ പ്രക്രിയ എങ്ങനെയാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്? വാസ്തവത്തിൽ ഈ പ്രബോധനം എഴുതി ഈ ഒരു വിഷയം കൊടുക്കുമ്പോൾ തന്നെ മാർപ്പാപ്പയുടെ മനസ്സിലുണ്ടാകാൻ ഇടയുള്ളൊരു കാര്യം ഇതാണ്. ക്രിസ്തു എത്ര കരുതലോടുകൂടിയാണ് തിരുസഭയിലൂടെ ഈ കൂദാശകളെ തരുന്നത്. ഇനി ആ കൂദാശകളിലെ ആദ്യത്തെ കൂദാശ മാമോദീസ, അതിന് മാത്രമാണ് തല തൊടുന്നവർ അപ്പനും അമ്മയും. സ്ഥൈര്യലേപനത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥൈര്യലേപനം ഒരുമിച്ച് പോകുന്നതാണ്. അപ്പനും അമ്മയും ഉണ്ട്, കൂടെ നിൽക്കണം. അതിന് പുറമെ തല തൊടുന്നവരുണ്ടാകുക. അപ്പോൾ തല തൊടുന്ന 2 പേരുണ്ടാകുക. മാതാപിതാക്കൾക്ക് പുറമെ 2 പേരെയും കൂടിയും സഭ നിശ്ചയിക്കുകയാണ്. കാരണം ഇത് കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ഒരു പരിശീലനം നൽകണം, വിശ്വാസ കൈമാറ്റം അവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. അങ്ങനെ വളർന്നു വരുന്നതനുസരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ടിടയാകണം. സഭ പറയുന്നത് ഈ കുഞ്ഞിൻ്റെ മാമോദീസായിക്ക് ഒരുങ്ങുന്നത് മാതാപിതാക്കൾ കുമ്പസാരിച്ചൊരുങ്ങിയിരിക്കണം, തല തൊടുന്നവർ കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരണമെന്നൊക്കെയാണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു കടത്ത് പോലെ കഴിയുന്നുണ്ടെന്നുള്ളത് വാസ്തവമായിരിക്കാം. ഇപ്പോൾ ചിലപ്പോഴൊക്കെ എന്തുണ്ടായിട്ടുണ്ട്, ഈ വിശ്വാസമില്ലാത്ത ആൾക്കാരെ പോലും തല തൊടുന്നതിന് കൊണ്ടുവരുന്ന അവസ്ഥ. അവിടെ ഇപ്പോൾ സഭ പറയുന്നു തല തൊടുന്നവരെ അവരവരുടെ ഇടവകയിൽ നിന്ന് വികാരിച്ചൻ്റെ എഴുത്ത് കൊണ്ടുവരണം. മുൻകാലങ്ങളിൽ അതില്ലായിരുന്നു. ഞാൻ പട്ടം കിട്ടുന്ന അവസരത്തിൽ അതില്ലായിരുന്നു. പക്ഷെ ക്രമേണ ഒരു 15-20 വർഷം മുതലിപ്പോൾ കാരണം അത് സഭ ഉറപ്പിക്കുകയാണ്. തല തൊടുന്നവരെ സഭയോട് ചേർന്ന് ജീവിക്കുന്നവരാകണം, വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകണം, കൗദാശിക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാകും,
ഈ കുഞ്ഞുങ്ങൾക്ക് ആരാ പിന്നെ പകർന്നു കൊടുക്കുന്നത്? എനിക്കറിയാട്ടോ, കുറെ എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ അവര് വേറെ അവരുടെ തന്നെ ഫ്രണ്ട്സിന്റെ മക്കളെ തല തൊടാൻ വേണ്ടി അവരെ വിളിക്കും. അപ്പം അതിനുവേണ്ടി ഒരുപാട് സമയം പ്രാർത്ഥനാപൂർവം പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി തല തൊടാൻ പോയിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെച്ച് ഓർക്കുന്നുണ്ട് ഈ അവസരത്തിൽ. തല തൊടുക എന്ന് പറഞ്ഞത് ഒരു അനുഗ്രഹം മാത്രമല്ല, ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൂടെ അവരെ ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ വിശ്വാസ കൈമാറ്റം അവർക്ക് സംഭവിക്കും. പിന്നെ ഈ മാമുദീസയിലൂടെ ഈ കിട്ടുന്ന ഈ വിശ്വാസം ക്രമാനുഗതമായി വളർത്തുന്നതിൽ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് 5 വയസ്സ് വരെയുള്ള ഒരു ഘട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഘട്ടത്തിലാണ് നല്ല ശീലങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതൊരു വികാരമായിട്ട് മാറും. ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 3 നേരം കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിപ്പിക്കുക, പ്രാർത്ഥന കഴിഞ്ഞാൽ അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് സ്തുതി കൊടുക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് 3 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ തലയെക്കോടെയൊക്കെ മുണ്ടിടും. എന്നിട്ട് അനിയത്തിമാരോട് ഡേ മുട്ടുകുത്തിയ നീ എന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർ ചിലപ്പോൾ അച്ഛൻ പള്ളിയിൽ കുർബാന ചെല്ലുന്നത് അഭിനയിക്കും. 7 വയസ്സാകുമ്പോഴേക്കും കണ്ട് 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 ഈ ശീലം നമ്മുടെ ഉള്ളിൽ വളർന്നു കഴിഞ്ഞു. ഇതാണ് വിശ്വാസ കൈമാറ്റത്തിൻ്റെ ആദ്യത്തെ പടി. അല്ല, ഞാനിത് ഓർക്ക് പെട്ടെന്നേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മോന് 4 വയസ്സാവുന്നുള്ളൂ, താഴെയുള്ള മോന്. നമ്മളിവിടെ ഒരു കൺവെൻഷനും കണ്ടു വന്നതാണ്. അപ്പം അച്ഛൻ എല്ലാ ആളുകളുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥന ഇപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇരുത്തിയിട്ട് ഇതേപോലെ ചെറിയ കുട്ടിയാണ്, പക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ജോഷുവയുടെ പുസ്തകത്തിലെ ഒരു സംഭവം വിരിക്കുന്നുണ്ട്. മോശ അത് കഴിഞ്ഞു, ഇനി ജോഷുവ ആണ് നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവജനത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ജോർദാൻ്റെ നദിയിൽ തീരത്ത് വന്നു. അല്പം പതറിയെങ്കിലും യഹോവ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് 12 ഗോത്രപിതാക്കന്മാരെ മുന്നിൽ നിർത്തി അവരുടെ നേതൃത്വത്തിൽ ജോർദാൻ നദി കടക്കുകയാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കടന്നങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യഹോവ പറയുന്നുണ്ട്, ആ ഗോത്രപിതാക്കന്മാരോട് നിൽക്കാൻ പറ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ തീരത്ത് നിന്ന് ഓരോ കല്ല് ശേഖരിക്കുക. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ എവിടെയൊക്കെ താമസിക്കാൻ കൂടാരമടിച്ച് താമസിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ വിശുദ്ധ ശില സ്ഥാപിക്കണം. അപ്പോൾ തലമുറകൾ ചോദിക്കുക, എന്തിനായി കല്ല് ചുമന്നു കൊണ്ട് പോകേണ്ടത്? അപ്പോൾ അവരോട് പറയണം, ഞങ്ങളുടെ പൂർവികരെ എങ്ങനെയാണ് യഹോവയായ ദൈവം ചെങ്കടലും ജോർദാനും ഒക്കെ നദി കടത്തി കൊണ്ടുവന്നത്, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇത്. വാസ്തവത്തിൽ ഇതൊരു വിശ്വാസ കൈമാറ്റമാണ്. ആ കല്ല് കാണുമ്പോൾ, കല്ലിലൊന്നുമില്ല, പക്ഷെ കല്ല് കാണുമ്പോൾ പൂർവികര് ഞങ്ങളുടെ ദൈവം സംരക്ഷിച്ചത്. ഇന്ന് വേണമെങ്കിൽ അതിനെ ചെറിയൊരു മാറ്റമൊക്കെ വരുത്താം. വിശുദ്ധ ശില എന്നുള്ളതിന് പകരം വിശുദ്ധ ശീലങ്ങൾ പകർന്നു കൊടുക്കുന്ന ഉപകരണങ്ങളായിട്ട് മാതാപിതാക്കൾ തീരണം. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഒരു കുരിശ് വരെ, അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് കുരിശ് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ പള്ളിയിലാതി കൂടെ പോകുമ്പോൾ ഒന്ന് പള്ളി കയറാൻ പ്രാർത്ഥിക്കാൻ പറയണു. നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ പറയേ എല്ലാവരും വന്ന് നമുക്ക് പ്രാർത്ഥന എത്തിച്ചിട്ട് യാത്ര പോവാം. അപ്പം എല്ലാവരും കൂടി പ്രാർത്ഥന എത്തിച്ചു, ഉണ്ണീശോനൊന്ന് തൊട്ട് മുത്തി. അപ്പം ഇതൊക്കെ കണ്ട് എല്ലാ ദിവസവും രാത്രി കുടുംബ പ്രാർത്ഥന ചൊല്ലി ആവർത്തിച്ചാണ് ഇത് നമ്മുടെ വികാരമായിട്ട് വിശ്വാസം മാറും. ഇതില് പാപ്പ പറയണേ, ദമ്പതികളും മാതാപിതാക്കളും മതബോധനത്തിലെ സജീവ പ്രവർത്തകരായി വിലമതിക്കപ്പെടണം. ഒരു ഫാമിലി കാറ്റക്കിസം, ഒരു കുടുംബ മതാധ്യാപനം, ഒരു കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണെന്നുള്ള കാര്യം പറയായിരുന്നു. തീർച്ചയായും ദമ്പതികൾക്കാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കാണ് ഈ വിശ്വാസ കൈമാറ്റത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്വം. നമ്മൾ ഇപ്പോൾ കാറ്റക്കിസം ക്ലാസ്സൊക്കെ ഉണ്ട്, പലരും കാറ്റക്കിസത്തിൽ പഠിച്ചോട്ടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തള്ളിയിടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 7 ദിവസത്തിൽ 1.25 മണിക്കൂറാണ് കാറ്റക്കിസം അധ്യാപകന് കയ്യിൽ കിട്ടിയ കുട്ടീനെ. ആ 1.25 മണിക്കൂർ കൊണ്ട് അവന് പറഞ്ഞു കൊടുക്കാവുന്നതിനൊരു ലിമിറ്റുണ്ട്. പക്ഷേ ഈ 7 ദിവസങ്ങളിൽ എന്ത് കുട്ടി പഠിച്ചോ അതിന് വിരുദ്ധമായി വിശ്വാസം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത്രയ്ക്ക് എഫേർട്ട് ആ അധ്യാപകനിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. അത് സംഭവ്യമല്ല. അപ്പം മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്വത്തെ സഹായിക്കലാണ് മതാധ്യാപകരുടെ ചുമതല എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കണം. ഓർക്കാണേ, എൻ്റെ അമ്മ ഇപ്പോഴും കുരിശുമണി അടിച്ചാൽ കുരിശ് വരയ്ക്കണം എന്നുള്ളത്.
ഇത്രയും ഞങ്ങളിപ്പോൾ ഇത്ര കല്യാണം കഴിഞ്ഞു, ഇത്രയും പ്രായമായി, എപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിലും അത് നിർബന്ധമാണ്. അപ്പം ആ ഒരു പകർന്നു തന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അപ്പം അതൊന്നും നമ്മളുടെ മനസ്സിൽ നിന്ന് പിന്നെ ഒരിക്കലും മായില്ല. ഒരു അമ്മ അല്ലെങ്കിൽ അപ്പനെടുക്കുന്ന റോളെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് വിശ്വാസ കൈമാറ്റത്തിൽ. എനിക്ക് തോന്നുന്നു ഈ കുടുംബ മതാധ്യാപനം, കുടുംബമാണ് വിശ്വാസ കൈമാറ്റത്തിൻ്റെ ആദ്യത്തെ സ്ഥലമെന്ന് നമ്മൾ പല സമയത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും ചില കുടുംബങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് വണക്കമാസം ആചരിക്കുന്ന കാര്യത്തിലാണെങ്കിലും പുത്തൻപാന പാരായണത്തിലൊക്കെ ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന വിശ്വാസ കൈമാറ്റം മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണെന്ന് ഇന്ന് ധാരാളം മാതാപിതാക്കൾ അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ട്. അങ്ങനെ തങ്ങളുടെ മക്കളെ വിശ്വാസ കൈമാറ്റത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഷെയറിങ് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എല്ലാവരെയും ഈ ഷെയറിങ്ങിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലൊരു സ്വപ്നം ഇതായിരുന്നു. കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും അവളാണോ അവനാണോ എന്നറിയില്ല, അപ്പോൾ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഈശോ രൂപപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരിയേറെ വചനം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനൊരു 25 പ്രാവശ്യമെങ്കിലൊക്കെ ബൈബിള് പലപ്പോഴായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആദ്യത്തെ കുഞ്ഞിന് വേണ്ടി ഒരുങ്ങിയിരുന്ന കാലയളവിൽ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കുഞ്ഞിന് ഉറക്കെ വായിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. വെളിപാടിൻ്റെ അവസാന അധ്യായങ്ങളായപ്പോഴേക്കും ഉണ്ണിയുടെ ഡെലിവറിയുടെ ഒരു സമയമായി. അപ്പോൾ ആ ഒരു സമയമായപ്പോഴും എൻ്റെ ഒരു വിശ്വാസം ഇതായിരുന്നു, ഈ ഒരു 9 മാസത്തിലൂടെ ഞാൻ ബൈബിൾ മുഴുവൻ കുഞ്ഞിനെ വായിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും ഈശോ കുഞ്ഞിനെ വളരെ പരിചയമായി കാണുമെന്നുള്ളൊരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ച് 2ാമത്തെ ദിവസം അവളുടെ ചെവിയിൽ ഈശോ എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ആദ്യമായി ചിരിച്ചത്. ഈ കുഞ്ഞിനെ ആ ഒരു ബൈബിളിനോടും ഇന്നും വചനം പഠിക്കാനും വചനം പങ്കുവയ്ക്കാനും ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ വചന മത്സരങ്ങളിൽ പങ്കെടുക്കാനൊക്കെയുള്ള ആഗ്രഹം ജനിക്കുന്നത് ഈ ഒരു ഉദരത്തിലായിരുന്ന ഒരു സമയത്തിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു അനുഭവം എന്നെ തുടർന്നുള്ള കുഞ്ഞുങ്ങൾക്കും ഓരോരുത്തരെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോഴേക്കും ഓരോ പ്രാവശ്യം അവർക്ക് ബൈബിള് ഫുൾ വായിച്ചു കൊടുക്കാനുള്ള വലിയൊരു കമ്മിറ്റ്മെൻ്റ് എടുക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ഞങ്ങളുടെ 5ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴേക്കും ജീവിത പങ്കാളിയും എൻ്റെ ഒപ്പം ബൈബിൾ വായിക്കാനും കുഞ്ഞിനെ അത് പങ്കുവെച്ച് കൊടുക്കാനും അതിലെ ഓരോ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നൊക്കെ ഒരു തലത്തിലേക്ക് ഞങ്ങളുടെ കുടുംബം ഒന്നിച്ചു വളരുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസവും ഒരു വചനമെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അത് കണ്ടുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വചനത്തിനൊരു പുസ്തകം ഞങ്ങൾ കരുതിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് പല പാഠ്യേതര വിഷയങ്ങൾ പഠിക്കാനും പല സബ്ജക്റ്റുകൾക്കൊക്കെ ഒത്തിരിയേറെ നോട്ട് ബുക്കുകളുണ്ട്. പലപ്പോഴും വചനം പഠിക്കാനായിട്ട് ഒരു നോട്ട് ബുക്ക് കരുതാനും ഒക്കെ ഒരു പ്രചോദനം ഈ ഒരു കുഞ്ഞുങ്ങളിൽ കണ്ട ഒരു വലിയ വ്യത്യാസമായിരുന്നു. അതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളായാലും ക്ലാസ്സിൽ പോകുന്നതിന് മുൻപ് വചനം പഠിച്ച് വചനം അത് പറഞ്ഞിട്ടാണ് അവർ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു വ്യത്യാസം, അവർക്ക് വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ പോലും വളരെ മനോഹരമായിട്ട് ഈശോ കൈകാര്യം ചെയ്യുന്നതും പരിശുദ്ധാത്മാവ് അവരെ ജ്ഞാനത്തിൽ നിറയ്ക്കുന്നതുമായിട്ടുള്ള വലിയൊരു അനുഭവമായിരുന്നു. പല പരീക്ഷകളിലും അവർക്ക് പല റാങ്കുകളൊക്കെ കരസ്ഥമാക്കാൻ തുടങ്ങിയപ്പോഴാണ് വചനം പഠിച്ച് ക്ലാസ്സിൽ പോകുന്നതിൻ്റെയൊക്കെ വലിയ പ്രാധാന്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അതുപോലെ തന്നെ പല ഭാഷകളിൽ നന്മ നിറഞ്ഞ മറിയം ചെല്ലാനൊക്കെ ഞങ്ങളുടെ യാത്രകൾ ഞങ്ങളെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. എവിടെ യാത്ര പോയാലും ഞങ്ങൾ കൊന്ത ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് തോന്നിയത് പല ഭാഷകളിലുള്ള നന്മ നിറഞ്ഞ മറിയം കുഞ്ഞുങ്ങൾക്ക് ചൊല്ലാൻ പഠിപ്പിച്ചാൽ അവർക്ക് കുറേം കൂടിയും അതിനെ വളരെ രസകരമായിട്ട് എടുക്കാനും തുടക്കത്തിൽ അങ്ങനെ ഒരു രസകരമായ രീതിയിലെടുത്ത് പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനും സാധിക്കുമെന്നുള്ളത്. അങ്ങനെ അവർ പല ഭാഷകളിൽ നന്മ നിറഞ്ഞ മറിയം
പറയുമ്പോൾ വളരെ ഉത്സാഹത്തോടെ പഠിക്കാൻ തുടങ്ങി. ഇന്ന് അറബിക്ക്, അതുപോലെ തന്നെ തമിഴ്, ഹിന്ദി, പല ഭാഷകളിലും അവർക്ക് നന്മ നിറഞ്ഞ പറയുമ്പോൾ നല്ല സ്ഫുടതയോടുകൂടി ചെല്ലാനായിട്ടറിയാം. കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നില്ല, മൂത്ത കുഞ്ഞിനെ നമ്മൾ ഈശോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അടുത്ത കുഞ്ഞിനെ കൂടി അവർ പഠിപ്പിക്കുന്ന ഒരു അനുഭവം, അത് ക്രമേണ താഴെയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വീട്ടിലെടുത്തിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഞങ്ങൾ TV കണക്ഷൻ എടുത്തിട്ടില്ല. അതിന് പകരം ഞങ്ങൾ ചെയ്യുന്നത് ഗുഡ്നസ് TVയിലെയും ശാലം TVയിലെയും ഒക്കെ നല്ല നല്ല പ്രോഗ്രാമുകളും അതുപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ അവരെ ഒരുമിച്ച് കാണിക്കും. കുടുംബം ഒന്നിച്ചിരുന്ന് പല പ്രോഗ്രാമുകളും അവർക്ക് ആത്മാവിനുതകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ കാണിച്ചു കൊടുക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം സമയമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പല രംഗങ്ങളിൽ മികവ് തെളിയിക്കാനായിട്ട് സാധിച്ചു. ചിലർ നന്നായി വരയ്ക്കാൻ തുടങ്ങി, ചിലർ പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ലഭിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കുട്ടികൾ തന്നെ കുട്ടികളോട് വചനം പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഈ 1 വർഷം മുൻപാണ് ഇതിനിടയിൽ സാധിച്ചത്. കഴിഞ്ഞ ഈസ്റ്ററിലാണ് കുട്ടികൾ ഡോട്ട്സ് ബഡീസ് എന്ന പേരിൽ കുട്ടികളോട് വചനം പങ്കുവയ്ക്കുകയും കുട്ടികൾക്കായി പ്രോഗ്രാമുകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ സ്വന്തമായി തുടങ്ങിയത്. അത് അവർ തന്നെ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് അവർ തന്നെ എഡിറ്റ് ചെയ്ത്, അപ്പോൾ എൻ്റെ മൂത്ത കുഞ്ഞൊക്കെ എഡിറ്റ് ചെയ്യാൻ പോലും പഠിച്ചത് ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ ആ കുട്ടികൾ തന്നെ ആ ഒരു രീതിയിലേക്ക് വളരുന്നതും ധാരാളം സമയം ഫലപ്രദമായി ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കുഞ്ഞുങ്ങളെ ഞങ്ങൾ സംഗീത ഉപകരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നാളെ കുടുംബം ഒരുമിച്ച് സുവിശേഷം പങ്കുവയ്ക്കാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഞങ്ങളതിനെ കാണുന്നത്. അതുപോലെ ഓരോ ഞാനിപ്പോൾ ജീവിത പങ്കാളി വിദേശത്താണ്, തനിയെയാണ് ഈ 5 കുഞ്ഞുങ്ങളെയും നോക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ കണ്ണെത്താത്ത പല കാര്യങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ വീണു പോകുന്ന, ചിലപ്പോൾ നമ്മൾ പോലും വിഷമിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള വഴക്കുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ള ഒരു സാധാരണ കുടുംബമാണ് ഞങ്ങളുടേതും. പക്ഷെ ഞാൻ വിചാരിക്കാറ് നമ്മളെ കൊണ്ട് മാനുഷികമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ എപ്പോഴും കാവൽ മാലാഖമാരെയും അവരുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെയും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും യാത്രകൾക്ക് പോകേണ്ടി വരുമ്പോഴോ അത്യാവശ്യ കാര്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴൊക്കെ വളരെ വലിയ അവരുടെ സംരക്ഷണം ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാനിടയായിട്ടുണ്ട്. പലപ്പോഴും ചില അപകടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ അത്ഭുതകരമായിട്ട് മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളായാലും ഞങ്ങൾ പലപ്പോഴും അവർക്ക് മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് അവർ മോശമായാലോ അവരെ വഴക്ക് പറയാറില്ല. പക്ഷേ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ തിരുത്തുകയും അതിനനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു വലിയൊരു നയിക്കപ്പെടൽ, ചിലപ്പോഴൊക്കെ എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചേട്ടൻ കൈകാര്യം ചെയ്യുന്നത് കാണാം. പിള്ളേരൊക്കെ പരീക്ഷയായാലും മറ്റു പല കാര്യങ്ങളായാലും പപ്പയുടെ പ്രാർത്ഥന മേടിച്ചിട്ടാണ് അവർ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങാറ്. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോഴായാലും ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ കുക്കിംഗ് ആയാലും മറ്റെല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇപ്പം എൻ്റെ മൂത്ത കുട്ടിയാണെങ്കിൽ അത്യാവശ്യം എല്ലാ കുക്കിംഗ് ചെയ്യാനായിട്ടും പഠിച്ചിട്ടുണ്ട്. അവളെ കണ്ടുകൊണ്ട് അടുത്തയാളും പഠിച്ചു. എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഇതിൻ്റെ ഒരു ഭാഗമാകാനും അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ അവരവരുടെ മുറികൾ വൃത്തിയാക്കാനും അവരുടെ ഉണ്ണിയുടെ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ പഠന വിഷയങ്ങളിലായാലും മൂത്തയാൾ താഴെയാളെ പറഞ്ഞു കൊടുക്കുന്നു, അടുത്തയാൾ മറ്റേയാളെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു പരസ്പരം സഹായിക്കുന്ന ഒരു വലിയൊരു അനുഭവം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളത് കണ്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ നമ്മളോട് ആരെങ്കിലും ഒന്ന് രഹസ്യമായിട്ട് വന്ന് പറയും, അമ്മേ അവൾ ഇന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് നിന്നത് ശരിയായില്ല കേട്ടോ. അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളായിരിക്കാം, പക്ഷേ നമുക്കപ്പോൾ അവരറിയാതെ തന്നെ അവരെ ഒന്ന് തിരുത്താനും സ്നേഹത്തിൽ അത് കണ്ടുപിടിച്ച് തിരുത്താനും ഇനി ആവർത്തിക്കില്ലെന്ന് നമുക്ക് ഉറപ്പ് വരുത്താനും ഒക്കെ സാധിക്കുന്ന ഒരു വലിയൊരു അനുഭവം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ 4ാമത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് 2 അബോർഷനോളം ഉണ്ടായിരുന്നു. അതിനുശേഷം 9 വർഷത്തിന് ശേഷമാണ് 5ാമത്തെ കുഞ്ഞ് ജനിക്കുന്നത്.
അപ്പോൾ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഇങ്ങനെ ഒത്തിരി വിശ്വാസത്തിൻ്റെ തലത്തിൽ വളരെ ഉയർത്തിയ ഒരു അനുഭവമായിരുന്നു ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒത്തിരിയേറെ ശാരീരിക പ്രശ്നങ്ങളുടെ ഇടയിലും ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനമായിട്ടാണ് ഞങ്ങൾക്ക് 5ാമത്തെ കുഞ്ഞ് പിറക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർ ശരിക്കും വിശ്വസിച്ചുകൊണ്ട് കുഞ്ഞിനെ ഒത്തിരിയേറെ 3 മാസമായപ്പോഴേക്കും അബോർഷൻ ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. 9 മാസം ആവാറായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരിയേറെ സ്ട്രഗിളിന് ശേഷവും ദൈവത്തിൻ്റെ സമ്മാനമായിട്ടാണ് ഞങ്ങൾക്ക് 5ാമത്തെ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ കണ്ടൊരു കാര്യം, ഓരോരുത്തരും ഇങ്ങനെ വിശ്വാസത്തോടെ ചില കുഞ്ഞുങ്ങൾ അവരിങ്ങനെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിനെ അവരുടെ രീതിയിൽ ആത്മീയമായിട്ടുള്ള ഉപഹാരങ്ങൾ കുഞ്ഞിനെ സമർപ്പിച്ചിരുന്നു. അവരിങ്ങനെ ചിലർ ഒരു 50 കരുണക്കൊന്ത ചെല്ലും. എന്നിട്ട് അവർ പറയും കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിന് മാലയായി ഞാൻ കരുണക്കൊന്തയുടെ മാലയുണ്ടാക്കി. അപ്പോൾ ചില ആൾക്കാർ വിശ്വാസ പ്രമാണം ചെല്ലും, അപ്പോൾ അതുകൊണ്ട് വളയുണ്ടാക്കി. അങ്ങനെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ പലവിധ സുഹൃതങ്ങൾ കൊണ്ട് പലവിധ പ്രാർത്ഥനകൾ കൊണ്ട് അവർ കുഞ്ഞിനെ പലവിധ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. എന്തൊക്കെ ഡോക്ടർമാർ പറഞ്ഞാലും കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇത്രയേറെ പ്രാർത്ഥിച്ച ഉണ്ണീശോയുടെ കയ്യിൽ നിന്നും ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അത് എൻ്റെയും കൂടി വിശ്വാസത്തിൻ്റെ തലത്തെ വളർത്തിയ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു കടുകുമണിക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രമിച്ചാൽ അവരിൽ അത് കർത്താവ് വലിയൊരു വടവൃക്ഷമാക്കി വളർത്തും എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവ് കൂടിയായിരുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷമായാലും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട്, ഒരുപക്ഷെ കുഞ്ഞിൻ്റെ യാതൊരു ഉത്തരവാദിത്വം പോലും എനിക്കില്ലാത്ത വിധം അവരെല്ലാവരും ഡിവൈഡ് ചെയ്ത് വളരെ രസകരമായിട്ട് കുഞ്ഞിനെ നോക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇന്നൊരു 5 മക്കളുടെ അമ്മ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിന് സ്തുതി. കുടുംബങ്ങളിലെ വിശ്വാസ കൈമാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുള്ള കാര്യമാണ് കുടുംബ പ്രാർത്ഥന. കാരണം ഈ കുടുംബ പ്രാർത്ഥനയിലൂടെയാണ് മാതാപിതാക്കളുടെ വിശ്വാസവും അവരുടെ ദൈവാനുഭവവും അവരുടെ ദൈവാശ്രയബോധവും ഈവൻ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന അവസ്ഥയും ഒക്കെ കുട്ടികൾക്ക് കൈമാറി കിട്ടുക. കാരണം അവർ ഈ അനുഭവങ്ങൾ കണ്ട് ഇപ്പം മക്കൾ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പം അപ്പനും അമ്മയും കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നതും അത് കഴിയുമ്പോൾ അവർ പറയാണ് പ്രശ്നം പരിഹരിച്ച് കിട്ടി. വിശ്വാസം കൊണ്ട് എന്താ ഗുണമുണ്ട് എന്ന് മക്കൾ പഠിക്കുന്നത് തീർച്ചയായും ഈ പ്രാർത്ഥനാനുഭവത്തിൽ നിന്നാണ്, കുടുംബ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ ഇന്ന് വൈദിക ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ അവർക്ക് ഈവനിങ്ങിലുള്ള കുടുംബ പ്രാർത്ഥന മാത്രമല്ല, പുലർച്ച പ്രാർത്ഥനയുണ്ട്. തൃശ്ശൂരൊക്കെ പറഞ്ഞാൽ പലർച്ച പ്രാർത്ഥന എന്ന് പറയാ. പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. അന്ന് തിരുഹൃദയത്തിൽ ഉത്തിനിയാണ് രാവിലെ ചൊല്ലിയിരുന്നത്. അത് 5:30 എഴുന്നേറ്റിട്ട് അത് കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് പോകും. എല്ലാവരും എഴുന്നേൽക്കും. അപ്പം ഭയങ്കര മടിയാണ്. നിർബന്ധിച്ചിട്ടാണ് പ്രാർത്ഥന ചൊല്ലുക, ഉറങ്ങിയിട്ടും ഉറങ്ങാതെ. പക്ഷെ ഞാനിന്ന് ഓർക്കുന്നുണ്ട്, ആ പ്രാർത്ഥനകളൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് അമ്മ എഴുന്നേൽപ്പിച്ചു, തിരുഹൃദയ ഉത്തിനെ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ചൈതന്യം അറിയാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. കാരണം അത് വലിയൊരു ശക്തിയാണെന്നും ആ ദിവസത്തെ മുഴുവൻ നയിക്കുന്നതും ഈ പ്രാർത്ഥനയിൽ കിട്ടിയ ഒരു കൃപയാണെന്നുള്ളൊരു ബോധ്യം, അത് എത്ര കൊച്ചുനാൾ മുതൽ കിട്ടിയിട്ടുള്ളൊരു പരിശീലനമാണത്. ഇതിലെ പ്രധാന പ്രശ്നം ചില അമ്മമാർ പറയണത് മക്കളെ സാറെ എത്ര പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടും വരുന്നില്ല എന്നാണ്. അത് ആ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 15 വയസ്സ് വരെ മാത്രമേ നമ്മുടെ നിർബന്ധങ്ങൾ കുട്ടികൾ സ്വീകരിക്കുള്ളൂ. ഈ 15 വയസ്സ് കഴിഞ്ഞാൽ 20 വയസ്സിനുള്ളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും റിബല്യണായിട്ട് മാറും. ആ റിബല്യൻ എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നതിനെ അപ്പം പറയുന്നതിനെ എതിർക്കുക. ആ എതിർക്കുന്നത് വളർച്ചയുടെ ഒരു ലക്ഷണമാണെന്ന് ആദ്യം പാരൻസ് തിരിച്ചറിയണം. ധാരാളം പേരൻസ് ഇത് കണ്ടാൽ അപ്പോ ഇന്നലെ വരെ അനുസരിച്ച് നടന്ന മോൻ പ്രാർത്ഥനയെത്തിക്കിടാന്ന് പറയുമ്പോ അമ്മ ഒന്നും മിണ്ടാണ്ട് എനിക്ക് ഇവിടെ അപ്പുറത്ത് പോയിരിക്കുക, എന്താ പ്രാർത്ഥിച്ച് കിട്ടുക, ആ പ്രാർത്ഥിച്ചാൽ കിട്ടുക ചോദിക്കേ. അപ്പൊ ഇത്തരം ഘട്ടത്തില് മാതാപിതാക്കള് വളരെ സൂക്ഷ്മതയോടെ പെരുമാറേണ്ട പ്രായമാണത്. അവര് നശിക്കുന്നതും നന്നാവുന്നതും 15-നും 20-നും ഇടയിലാണ്. ആ പ്രായത്തില് അവരെ സ്വയം ആത്മീയമായിട്ട് വളരാൻ കുറച്ച് കാത്തിരിക്കണം. കാരണം നമ്മൾ മുന്നിലത്തെ അകത്തിരുന്ന് പ്രാർത്ഥന എത്തിക്കുമ്പോൾ അവൻ പിന്നിലത്തെ അകത്തേക്ക് ചിലപ്പോൾ മാറിയിരിക്കും.
ആ സമയത്ത് നീ ഇങ്ങോട്ട് വന്നാലേ പ്രാർത്ഥന എത്തിക്കുള്ളൂ, നിനക്ക് ചോറ് തരുള്ളൂ എന്നൊക്കെ ചീത്ത പറഞ്ഞാൽ എന്നാ എനിക്ക് ചോറ് വേണ്ട, ഞാൻ ഇന്ന് കിടന്നുറങ്ങാണെന്ന് പറയും. ആ ഒരു ഘട്ടെത്തിയാൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവന് ക്ഷീണമാണെന്ന് തോന്നണല്ലേ, ശരി അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്ത്രപൂർവമായ ഒരു ഒഴിഞ്ഞുമാറൽ നടത്തി കാത്തിരുന്ന് അവന് സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ അവനോട് പറയണം, എന്ത് മോനെ പ്രാർത്ഥന എത്തിക്കാണ്ടിരുന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് 2-3 കൊല്ലത്തിനുള്ളിൽ കുട്ടികൾ ഇതിലോട്ട് തിരിച്ചു വരും. ഇതില് പറയണേ, ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയ കുട്ടികൾക്ക് വേണ്ടി മോനിക്ക പുണ്യവതിയെ പോലെ പ്രാർത്ഥന തുടരുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിരന്തരമായിട്ട് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക തന്നെ വേണം. കാരണം വാക്കുകളിലൂടെ നിർബന്ധിച്ചിട്ട് മാറ്റം വരുത്താവുന്നതല്ല ഈ കാര്യം. ദൈവം തന്നെ അവർക്ക് അതിൻ്റെ ഒരു പ്രകാശം കൊടുക്കണം. നേരത്തെ സാറ് പറഞ്ഞ പോലെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക, അവർക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം വേണ്ട സമയത്ത് ഇടപെടുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. വേറൊരു കാര്യം, ഈ പ്രാർത്ഥനയുടെ പൂർണ്ണത ശരിക്കും വരുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിലാണ്, നമ്മുടെ സ്നേഹത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വരുന്നവരെ സഹായിക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോഴാണ് ഈ വിശ്വാസ കൈമാറ്റം പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് ഒന്ന് ലിങ്ക് കിട്ടാന്ന്. ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുക, മറുഭാഗത്ത് ഭയങ്കര ശത്രുതയും വെറുപ്പും വിദ്വേഷമായിട്ട് കഴിയും. പ്രേക്ഷിതത്വപരമായ കുടുംബങ്ങൾ വളരുന്ന കുട്ടികൾ മിക്കപ്പോഴും മിഷണറിമാരായി തീരുന്നു. അത് ശരിയാണെന്ന് മദർ തെരേസയുടെ ഉദാഹരണം നമുക്ക് മുന്നിലുണ്ടല്ലോ. കാരണം എല്ലാ ദിവസവും വൈകിട്ട് അവരുടെ കുടുംബം വലിയ ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമൊന്നും ആയിരുന്നില്ല, കുറേ മക്കളുണ്ടായിരുന്നു. എന്നിട്ടും എല്ലാ ദിവസവും വൈകിട്ട് ഈ മക്കൾക്കുള്ളതെല്ലാം നൽകി കഴിഞ്ഞ് ഈ അമ്മ ഒരു പൊതിയും എടുത്തുകൊണ്ട് ഇറങ്ങുന്നത് കണ്ട് ഈ മകൾ കൂടെ പോകുമായിരുന്നു. അങ്ങനെ പോയി ഈ അമ്മ പോയിരുന്നത് ഒരു ചേരി പോലത്തെ സ്ഥലത്ത്. അവിടെ പോയി അത്രയും പോലും ഭക്ഷണം ഇല്ലാത്തവർക്ക് വറുതിയുടെ നടുക്കും അവർ സഹായിക്കുന്നത് കണ്ടിട്ടാണ് ആഗ്നസ് വളർന്നത്. ആ ആഗ്നസാണ് പിന്നീട് മദർ തെരേസയെ മാറിയത്. അപ്പം വിളിക്കുള്ളിലെ വിളിയൊക്കെ അവളെ ശ്രവിക്കാൻ ഒരു പക്ഷേ പ്രേരിപ്പിച്ചത് ഈ അമ്മയിൽ നിന്ന് കിട്ടിയ ഈ പാഠമായിരിക്കണം. അപ്പം തീർച്ചയായും ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സത്യമാണ്. പ്രേക്ഷിതപരമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നേ ഒരു പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിശ്വാസ ജീവിതത്തിലേറെ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസ കൈമാറ്റം കുട്ടികളെ വളർത്തുന്നതിലെ ക്രമാനുഗതമായ ഒരു പ്രക്രിയയിലൂടെ സംഭവിക്കേണ്ടതാണെന്ന് നമ്മൾ ഈ ചർച്ചകളിലൂടെ കേൾക്കുകയായിരുന്നു. കുടുംബമാണ് മതാധ്യാപനത്തിൻ്റെ ആദ്യത്തെ സ്ഥലം. ഫാമിലി കാറ്റക്കിസം അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുടുംബ പ്രാർത്ഥനയാണെന്നും കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയ കുടുംബങ്ങൾ ഈ ചർച്ചകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുപാടും ഉള്ള കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുടെ ഒരു സംസ്കാരം കൂടുതൽ സജീവമായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കുറേ പാരമ്പര്യങ്ങൾ, നമ്മൾ ഈ ചർച്ചയിലും ഒക്കെ ചിന്തകളിലൊക്കെ പങ്കുവെച്ച ഒരുപാട് പാരമ്പര്യങ്ങൾ, വിശ്വാസം കൈമാറ്റം പ്രക്രിയ കുറേ കൂടെ സുദൃഢമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ അനേകം വിഷമിക്കുന്നവരിലേക്ക്, ദരിദ്രരിലേക്ക്, പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തക്കവിധം ഒരു പ്രേക്ഷിത ചൈതന്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ ഈ ചർച്ചകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസ കൈമാറ്റത്തിൻ്റെ ആദ്യ സ്ഥലമാണെന്നുള്ള ബോധം നമ്മുടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ആരും നിറഞ്ഞ മരിയെ വാഴുക, കർത്തരുമുടനെ പെണ്ണുകൾ ആശ്രയിക്കട്ടെ. ഉമ്മയുടെ തിരുവചകനെയാകിയ യേശു ആശ്രയിക്കട്ടെ. അജിഷ്ട മരിയെ സർവേശ്വര മാതാവേ, പാപികളായ ഞങ്ങൾക്കായി എപ്പോഴും ഞങ്ങളുടെ മരണത്തിന് വേണ്ടിക്കൊള്ളും. ആമേൻ. प्रणाम मरिया, कृपा पूर्ण प्रभु तेरे साथ है, धन्य तू स्त्रियों में और धन्य तेरे गर्भ का फल यीशु। हे संत मरिया, परमेश्वर की मां, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। आवे Maria, gracia plena, Dominus tecum, benedicta tu in mulieribus,
et benedictus fructus ventris tui, Iesus. Santa Maria, Mater Dei, oro pro nobis, peccatoribus nunc et in hora mortis nostri. Amen. Assalamu alaykum ya Maryam, ya mumtaliyat an-nama, mubarakatun anta fi nisa, wa mubarakatun samratu badliki, sayyidana Yesul Bishha, ya kadisa Maryam, ya walidat Allah, salili asnana nuikata, alan mafisa agi mautina. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst the women, and blessed is the fruit of your Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen.